നമ്മുടെ ജീവിതത്തിൽ വളരെ ആലോചിക്കുകയും പുനരാലോചിക്കുകയും ചെയ്യേണ്ട, നമ്മുടെ മരണം വരെ ഓരോ പ്രവർത്തനങ്ങളിലും ഉറപ്പിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും രാവിലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതും പ്രവാചകൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നതുമായൊരു പ്രാർത്ഥന ഉണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അസ്ബഹ, പ്രഭാതമായാൽ പ്രവാചകൻ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് പ്രവാചകൻ 4 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിലൊന്ന് 4 കാര്യത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അള്ളാഹുവേ ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് നൽകണം നാഥ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ അമലൻ മുത്തഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കി എൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റണമേ. അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കി നീ മാറ്റണമേ അല്ലാഹ്. 4 ഒന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ മറ്റൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്നിട്ടും 4 കാര്യങ്ങളിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്. അതിലൊന്നെന്താ അറിയോ? അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അമലൻ ലാ യുർഫ, എൻ്റെ പ്രവർത്തനങ്ങൾ നിന്നിലേക്ക് ഉയരാതിരിക്കുന്നതിൽ നിന്ന് നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അമലൻ ലാ യതഖബ്ബൽ, മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്, ഞാൻ ചെയ്തിട്ടും എൻ്റെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കാതിരിക്കുന്നതിൽ നിന്നും നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നമ്മൾ ഈ 2 പ്രാർത്ഥനകളുടെയും അന്തസത്ത മനസ്സിലാക്കി നോക്കിയാൽ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാണ്. എന്നും നബി പ്രാർത്ഥിക്കും, അല്ലാഹുവേ നമ്മളോട് പ്രാർത്ഥിക്കാനും വേണ്ടി പറയാൻ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണമേ. 2ാമത്തെ പ്രാർത്ഥനകളിൽ അല്ലാഹുവേ ഞങ്ങൾ അമല് ചെയ്തിട്ടും തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഇതിൽ നിന്ന് ഒരു വിശ്വാസിയായ ഒരാൾക്ക് ഒരു കാര്യം ബോധ്യമാകും. അതെന്താണ്? നമ്മൾ ചെയ്യുന്ന അമലു സ്വാലിഹാത്തുകളിൽ അള്ളാഹുവിലേക്ക് ഉയരുന്നതുമുണ്ട്, ഉയരാത്തതുമുണ്ട്. അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതുമുണ്ട്, അള്ളാഹു തള്ളുന്നതുമുണ്ട്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതുമുണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാതെ ഒഴിവാക്കപ്പെടുന്നതുമുണ്ട്. ഇത് നമ്മൾ ആദ്യം അറിയണം. നമ്മുടെ നിസ്കാരത്തിൽ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതുണ്ട്, നോമ്പിൽ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതുണ്ട്, ജുമഅയിൽ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതുമുണ്ട്. ദാനധർമ്മങ്ങളിലും ദിക്റുകളിലും ദുആകളിലും ഒക്കെ അള്ളാഹുവിൻ്റെ പക്കൽ സ്വർഗ്ഗം ലഭിക്കുന്നതും എന്നാൽ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് വിചാരിച്ച് ചെയ്യുന്ന പലതും അള്ളാഹുവിലേക്ക് ഉയരാത്തതുമുണ്ട് എന്ന് നമ്മൾക്ക് ആദ്യം ബോധ്യം ഉണ്ടാകണം. മദീന പള്ളി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കരിച്ച് ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് കുറച്ചാളുകൾ വന്നു. അവർ ഒന്നിച്ച് ജമാഅത്ത് നിസ്കരിക്കുകയാണ്. പിന്നീട് ആ നിസ്കാരം കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകം ഞാൻ മലയാളത്തിൽ പറയാൻ, റസൂൽ പറയാൻ, ഇതാ ഈ നിസ്കരിച്ചതിൽ 10ൽ 10 കൂലിയും കിട്ടുന്ന ആളുകളുണ്ട്, 10ൽ 7 കൂലി കിട്ടുന്ന ആൾക്കാരുണ്ട്, 10ൽ പകുതി കൂലി കിട്ടുന്ന ആൾക്കാരുണ്ട്, 10ൽ 1 കൂലിയും കിട്ടാത്തവരുമുണ്ട്. റസൂൽ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ ഖിബ്ലക്ക് നേരെയാണ് തിരിഞ്ഞിട്ടുള്ളത്, വുളു ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിസ്കരിച്ച അതേ പള്ളിയിൽ നിന്നാണ് നിസ്കരിച്ചത്. എന്നിട്ട് നബി പറയാൻ കൂലിയിൽ വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസത്തിൻ്റെ ആ തലയും ഈ തലയും റസൂൽ പറയാൻ പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്നവനുമുണ്ട്, നിസ്കരിച്ചിട്ടും റുക്കൂഉം സുജൂദും ചെയ്തിട്ടും
ഒരു കൂലിയും കിട്ടാത്തവനുമുണ്ട്. സഹോദരങ്ങളെ, എന്തടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതും തള്ളപ്പെടുന്നതും? അതിന് അല്ലാഹു വെച്ച മാനദണ്ഡം നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അമല് ചെയ്യാനല്ല പറഞ്ഞത്, മറിച്ച് അമലു സ്വാലിഹാത്തുകൾ ചെയ്യാനാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾക്കത് പറഞ്ഞു തരുന്നുണ്ട്. അമ്മല്ലദീന ആമനു, വിശ്വാസം ശരിയാകണം. വ അമലു സ്വാലിഹാത്ത്, പ്രവർത്തിച്ചാൽ പോരാ, ആ പ്രവർത്തനം അമലു സ്വാലിഹാത്തായി മാറണം. എങ്കിൽ ഫയുവഫീഹിം ഉജൂറഹും, അവർക്കാണ് ഞാൻ പൂർണ്ണമായ പ്രതിഫലം നൽകുക. നമ്മൾ അമല് ചെയ്താൽ പോരാ, നമ്മുടെ അമലു സ്വാലിഹാത്തായി മാറുമ്പോഴാണ് സ്വർഗമുണ്ടാവുക, നരകമുണ്ടാവുക, പാപമോചനമുണ്ടാവുക, അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുക. എങ്കിൽ നമ്മളോട് ചോദിക്കുക, നമ്മുടെ ഒരു പ്രവർത്തനം അമലു സ്വാലിഹാത്താകുന്നത് എപ്പോഴാണ്? രണ്ടു കാര്യങ്ങൾ അതിലുണ്ടാകുമ്പോഴാണ്. ഒന്ന് ഇഖ്ലാസാണ്, രണ്ട് ഇത്തിബാഅൻ. ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാണ് ഇന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുത്ബകളിൽ പറയാം. സംസാരിക്കുന്ന വിഷയം, നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിങ്കലേക്ക് സ്വീകരിക്കാൻ അല്ലാഹ് നമ്മളോട് പറഞ്ഞത് അത് അമലു സ്വാലിഹാത്തായെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തള്ളും. അമലു സ്വാലിഹാത്താകാൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വേണ്ടത് ഒന്നാമത്തേത് ഇഖ്ലാസാണ്. സഹോദരങ്ങൾ, എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ അത് പറഞ്ഞു തന്നത് ഹുവ അൻ യകൂന മുറാദു ലി അബ്ദിൻ ലി ജമീഇ അഫ്ആലിഹി വ അഅമാലിഹി അൽവാഹിറ വൽ ബാത്തിന. നമ്മൾ ഒരു അടിമ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് രഹസ്യവും പരസ്യവുമായ ഏത് ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളും ഇബ്തിഗാ വജ്ഹില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൂലി മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്നതാകണം. എൻ്റെ നിസ്കാരം അള്ളാഹുവിൽ നിന്നുള്ള കൂലി മാത്രം പ്രതീക്ഷിക്കുമ്പോൾ അത് എൻ്റെ തലക്ക് മുകളിലേക്ക് ഉയരും. അള്ളാഹുവിൻ്റെ കൂലിയോടൊപ്പം ഞാൻ മറ്റെന്തെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത പ്രവർത്തനമായി ഭൂമിയിൽ തന്നെ ബാക്കിയാകും. ഞാൻ ചൊല്ലുന്ന ദിക്റുകളും ദുആകളും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാകുമ്പോൾ അത് സ്വർഗപ്രവേശനത്തിനാവശ്യമായ അമലായി അള്ളാഹു സ്വീകരിക്കും. അതിൽ മറ്റെന്ത് താല്പര്യം വരികയാണെങ്കിലും അത് അള്ളാഹുവിങ്കിലേക്ക് എത്താത്ത, തടഞ്ഞു നിൽക്കപ്പെടുന്ന പ്രവർത്തനമായി ഈ ദുനിയാവിൽ ബാക്കിയാകും. ഏത് പ്രവർത്തനവും. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ കൂലി മാത്രം ലക്ഷ്യമാക്കി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാകണം. അതാണ് അമലു സ്വാലിഹാത്ത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ച് അങ്ങനെ തന്നെ പറഞ്ഞത്. വല്ലദീന ആമനു, വിശ്വസിക്കുന്നവർ, വ അമലു സ്വാലിഹാത്ത്, അള്ളാഹുവിൻ്റെ കൂലി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർക്കാണ് സ്വർഗം, ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് അതിൽ ശാശ്വതവാസികളാവുക. ഇത് നമ്മളിൽ നിന്ന് മറന്നു പോകരുത്. പ്രവാചകന്റെ ഒരു ഹദീസ് കൂടി പറഞ്ഞ് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരാം. പ്രവാചകന്റെ വാക്ക്, നമ്മളോട് പ്രവാചകൻ സംസാരിക്കുന്ന നേർക്കുനേരെയുള്ള വാക്കാണ്. പ്രവാചകൻ പറയാൻ, ഇന്നല്ലാഹ, തീർച്ചയായും പടച്ചോൻ, ലാ യുഖ്ബലു മിനൽ അമലി, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അല്ലാഹ് സ്വീകരിക്കൂല. നിസ്കാരത്തിൽ, നോമ്പിൽ, ദിക്റുകളിൽ, ദുആകളിൽ, വാപ്പാനെ നോക്കുന്നതിൽ, മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നതിൽ, ദഅവത്ത് നിർവഹിക്കുന്നതിൽ, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിൽ, പാവപ്പെട്ടവർക്ക് നമ്മൾ ദാനധർമ്മം നൽകുന്നതിൽ അല്ലാഹ് സ്വീകരിക്കാത്തതുണ്ട്. എപ്പോൾ? ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തഗി ബിഹി വജ്ഹ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിക്കുന്നതിൻ്റെ പുറത്ത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ അതിൽ വന്നാൽ ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിലെ 3 സംഭവങ്ങൾ പറയാം. ഒന്നാമത്തേത് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. നമ്മുടെ പള്ളിയിലുള്ള ചെറിയൊരു കുട്ടിക്കും അറിയുന്നൊരു ഹദീസ്, എല്ലാവർക്കും അറിയാം. അതെന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അവനവൻ്റെ നീയത്തനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനം. ശരി, ഇതെല്ലാവർക്കും അറിയാം, ഏത് കുട്ടിക്കും അറിയാം, അതിൻ്റെ ബാക്കിയും അറിയാം. പക്ഷെ ഇത് എപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്? അതാണ് പ്രധാനം. ഇത് നബി എപ്പോഴാണ് പറഞ്ഞത്? മിമ്പർമെന്ന് പറഞ്ഞതാണോ? ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞതാണോ? സഹാബാക്കളെ വിളിച്ചുകൂട്ടി പറഞ്ഞ അല്ല. പിന്നെയോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകനും സഹാബാക്കളും ഹിജറ പോവുകയാണ്.
മക്കയിൽ നിന്നും ദീനിന് വേണ്ടി ദീനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ ആക്രമണങ്ങളുണ്ടായി, പരീക്ഷണങ്ങളുണ്ടായി, ജീവിക്കാൻ കഴിയാതെ മദീനയിലേക്ക് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുകയാണ്. ആ കൂട്ടത്തിൽ പ്രവാചകന്റെ കൂടെ മുല കുടിക്കുന്ന കുട്ടികളെയും കൊണ്ട് ഉമ്മമാരുണ്ട്, ഗർഭിണികളുണ്ട്. കാലിൽ ചെരുപ്പിടാതെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ മണലാരണ്യങ്ങളിലൂടെ അങ്ങേയറ്റം പ്രയാസത്തിൽ കൊടുംചൂടിൽ നടക്കുന്ന സഹാബാക്കളുണ്ട്. നടന്നിങ്ങനെ പോണിൻ്റെ ഇടയ്ക്ക് നബിനോട് ചില സഹാബാക്കൾ പറഞ്ഞു, നബിയെ, നമ്മുടെ കൂട്ടത്തിൽ മദീനയിലേക്ക് പോകുന്നവരിൽ ചില ആൾക്കാർ മദീനയിൽ പോയാൽ ഒന്നുകൂടി വിവാഹം ഗംഭീരമായി നടക്കും എന്നൊരാഗ്രഹം കൂടി അവിടെ മനസ്സിലുണ്ട്. അതുകൂടി അവരുടെ മനസ്സിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ആ പോകുന്ന ആളുകൾ ഒന്നിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞ വാക്കാണ് എന്തറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അവനവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചതിനനുസരിച്ചാണ് അവനവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുക. എന്നിട്ട് പ്രവാചകന്റെ വാക്ക് എന്തറിയോ? വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അവനവന്റെ നീയത്തനുസരിച്ചേ പടച്ചോൻ അമലുകൾ സ്വീകരിക്കുള്ളൂ. എന്നിട്ട് നബി പറഞ്ഞു കൊടുക്കാൻ, രണ്ടായി വെച്ചേദിക്കാൻ. ആരെങ്കിലും അള്ളാഹുവിനും പ്രവാചകനും വേണ്ടിയാണ് ഹിജ്റ പോകുന്നതെങ്കിൽ അവന് അള്ളാഹു സ്വീകരിക്കും, സ്വർഗം കൊടുക്കും. ഇനി ആരെങ്കിലും മദീനത്തിൽ നിന്ന് നല്ലൊരു സ്ത്രീ വിവാഹം കഴിക്കാം എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഹിജ്റയുടെ കൂലി ഉണ്ടാകൂല, പാപമോചനം ഉണ്ടാവുകയില്ല, അതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗം ഉണ്ടാവൂല. അവരുടെ ഈ ഹിജ്റ എന്നത് ഇസ്ലാമികമായി ബാത്തിലാകുന്നു. എപ്പോഴാണ് നബി അറിയണത്? കഷ്ടപ്പാട് സഹിച്ച് നടക്കാണ്, പട്ടിണി കടന്ന് നടക്കാൻ, അമല് ചെയ്യുന്നുണ്ട്, ത്യാഗം ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹ് റസൂൽ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ കൂലുണ്ടാവില്ല കൂട്ടരെ. എന്തുകൊണ്ട്? നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമല്ല, ഭൗതികത കൂടി അതിൽ വരുന്നുണ്ട്. നമ്മൾ ശാന്തമായി ആലോചിക്കട്ടോ, നമ്മൾ ശാന്തമായി ആലോചിക്കുക. നമുക്ക് എത്ര വയസ്സായി? ഈ വയസ്സിനിടയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പടച്ചോന്റെ പക്കൽ സ്വീകരിച്ച് കൂലി കിട്ടിയാലേ മുസ്ലിമായി ജീവിച്ചതിൽ നമുക്ക് ലാഭമുള്ളൂ, മുസ്ലിമായി ജീവിച്ചതിൽ നമുക്ക് അഭിമാനം ഉണ്ടാവുള്ളൂ. നമ്മൾ പലരെ പോലെയല്ല. നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, നമ്മൾ എഴുന്നേക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, നമ്മൾ പണം ചെലവഴിക്കുന്നു, പള്ളിക്കൊക്കെ വരുന്നു, ദാനധർമ്മം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഇതൊന്നും സ്വീകരിക്കൂല എന്ന് പടച്ചോൻ പറഞ്ഞാൽ അതിനേക്കാളും വലിയ നട്ടെന്താണ്? അതിനെന്താ സോങ്ങളെ വേണ്ടത്? നമ്മുടെ പ്രവർത്തനം പടച്ചോന് വേണ്ടി മാത്രമാണോ ചെയ്യണത് എന്ന് നമ്മൾ ആലോചിക്കുക. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. പൊതുവായിട്ട് ജീവിക്കുമ്പോഴേ ഇതിൽ നിന്നൊക്കെ ചെറിയ രൂപത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നമ്മൾ അറിയാതെ ശൈത്താൻ വന്നു. സോളെ നീയത്തിന്റെ പ്രശ്നം എന്താ അറിയോ? തൗഹീദിൽ ശൈത്താൻ നമ്മളെ പിടിക്കാൻ നോക്കി, നടന്നില്ല. പക്ഷെ അമലു സ്വാലിഹാത്തിൽ പിടിച്ചാൽ ഒരൊറ്റ പ്രവർത്തനവും നമ്മുടെ മനസ്സിൽ അല്ലാഹ് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ തലക്ക് മുകളിലേക്ക് ഉയരാതെ അവിടെ ബാക്കിയാകും. പരലോകത്തെത്തുമ്പോഴേ അറിയുള്ളൂ, ഒന്നുമില്ലാത്ത പാപ്പരായിട്ടാണ് ഞാൻ വരുന്നത്. ഗൗരവാണ്. നിസ്കാരം ഇവിടെ തങ്ങി നിൽക്കണ, ഇബാദത്തുകൾ ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു ഗൗരവമുള്ള വിഷയമാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടുജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ആരാധനകൾ അല്ലാഹ്ക്കല്ലാതെയായി പോകുന്നു. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം, മനസ്സിലാകുന്നതിന് വേണ്ടി പറയാം. അപ്പൊ നമ്മൾ ഈ ജുമഅ കഴിഞ്ഞു, വൈകുന്നേരം നമ്മൾ നമ്മുടെ കുടുംബവും നമ്മളെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വിരുന്നു പാർക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്ദർശിക്കാൻ വേണ്ടി പോയി. വളരെ വൈകിട്ട് ഒരു 9 മണി 9:30 ആയപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നമ്മൾ കുടുംബസമേതം പോയതാണ്. നമ്മൾ വന്നപ്പോൾ നമ്മൾ അയലോക്കക്കാർ വന്നു. നമ്മൾ പറഞ്ഞു, ഇക്കങ്ങൾ എവിടെയെന്ന്? നമ്മൾ പറഞ്ഞു, ഞാനൊരു ബന്ധുവിൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. എന്തേ? ഒന്നുമില്ല, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഇന്ന ഇക്ക നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്, അഡ്മിറ്റാണ്. ഞങ്ങളെല്ലാവരും പോയി കണ്ടു. കുറച്ച് സീരിയസ് ആണ്. നമ്മൾ സമയം നോക്കി, 9:30 മണിയായി. ഇനി അങ്ങോട്ടെത്തിയാൽ മിക്കവാറും ഹോസ്പിറ്റലിൽ പ്രവേശനം ഉണ്ടാവില്ല. ഇനി പോകാനുള്ളത് നാളെയാണ്, പിറ്റേ ദിവസമാണ് പോകാനുള്ളത്. പിറ്റേ ദിവസത്തെ നമ്മുടെ ഷെഡ്യൂൾ നോക്കിയാൽ അത്രയും തിരക്കുള്ളൊരു ദിവസമല്ല. 2-3 ആൾക്കാരോട് നമ്മൾ സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 1-2 മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. ഞാൻ നമ്മളെ കുറിച്ചാണ് പറയണത്. പക്ഷെ എനിക്കും നിങ്ങൾക്ക് ഉറപ്പാണ്, എത്ര ടൈറ്റ് ആണെങ്കിലും എത്ര തിരക്കാണെങ്കിലും നമ്മൾ നമ്മളുടെ അയൽവാസിയായ ആ ബന്ധുവിനെ ആശുപത്രിയിൽ പോയി നമ്മൾ സന്ദർശിക്കും.
എന്നിട്ട് സന്ദർശിച്ചു വന്നതിന് ശേഷം നമ്മൾ പറയും, ഒഴിവുണ്ടായിട്ടല്ല, ഒഴിഞ്ഞിന്നിട്ടല്ല, പിന്നെ ഇത്ര അയലോക്കക്കാരനായിട്ട് നമ്മൾ ആശുപത്രി പോയി സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? നമ്മൾ ലളിതമായി നമ്മൾ ചോദിക്കുകയാണ്, ഏത് മോശത്തെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? ഒരു മോശമുണ്ട്, അതേത് മോശമാണ്? രോഗിയായ ഒരു അയൽവാസി ഉണ്ടായിട്ട് അയാളെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു വരും എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം ഹദീസിൽ വന്നിട്ടുണ്ട്. അതെന്താണ്? എടാ, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അപ്പോൾ നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്, പടച്ചോനെ, നീ രോഗിയാവുകയോ, നിന്റെ ഇന്നാലിന്ന അയൽവാസി രോഗിയായിരുന്നപ്പോൾ നീ അവിടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കവിടെ എന്നെ കാണാമായിരുന്നു എന്ന് അള്ളാഹ് പരലോകത്ത് പറയും. അത് മോശാണല്ലോ, അതുകൊണ്ട് ഞാൻ സന്ദർശിക്കട്ടെ എന്നാണോ? അല്ല. പിന്നെയോ, അയാൾ എന്നെ കുറിച്ച് മോശം വിചാരിക്കരുത്, അത് ഇഖ്ലാസാണോ? അല്ല. അള്ളാഹുവിൻ്റെ പക്കൽ കൂലി കിട്ടണം എന്ന ആഗ്രഹത്തിൻ്റെ കൂടെ ദുനിയാവിലെ ആഗ്രഹം കൂടി കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ സ്വയം ബാപ്പാനെ കുറിച്ച് ആലോചിക്കണ്ട, ഭാര്യനെ കുറിച്ച് ആലോചിക്കണ്ട, വ്യക്തിപരമായി ആലോചിക്കുക. എത്ര പ്രവർത്തനങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു? മോശല്ലേ ചെയ്യണ്ടേ? മോശല്ലേ ചെയ്യണ്ടേ? നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, യത്തീമായൊരു കുട്ടിക്ക് വേണ്ടി വീട് നിർമ്മാണത്തിന് വേണ്ടി ഇങ്ങനെ കളക്ഷൻ എടുക്കുകയാണ്. നമ്മൾ സാമ്പത്തികമായി നല്ല ടൈറ്റിലാണ്, എല്ലാവരും 25,000 ഉറുപ്പിക എടുക്കുന്നത്. നമ്മളെ ഭാര്യനോട് പറയാം, നോക്കടി, നമുക്കൊരു 15,000 ഇപ്പം കൊടുക്കുക, ബാക്കി 10 കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക. ഭാര്യ ഇങ്ങനെ വന്നിട്ട് പറയും, നടക്കൂലട്ടോ. എന്തേ നടക്കാത്തത്? എല്ലാവരും 25,000 കൊടുക്കുമ്പം നമ്മളായിട്ട് 15,000 കൊടുത്താൽ പിന്നെ അവരെ മുഖത്തേക്ക് നമ്മൾ നോക്കണ്ടേ? എൻ്റെ 25,000 എന്തിനാ ഞാൻ കൊടുത്തറിയോ? അള്ളാഹു പാവപ്പെട്ട ഒരു മനുഷ്യന് സ്വതക്ക കൊടുത്താൽ പരലോകത്ത് എനിക്കത് 900 മടങ്ങായി തിരിച്ചു തരും, എൻ്റെ പാപങ്ങൾ പൊറുക്കും എന്ന നീയത്താണോ? അല്ല. നീയത്ത് മാത്രാണോ? അല്ല. പിന്നെ ഓലഞ്ഞും കാണണ്ടേ, ഓല മോത്ത് നോക്കണ്ടേ, ഓലെന്താ നമ്മളെ പറ്റി വിചാരിക്കുക, ഓല് മോശം പറയണ്ടേ? ഇങ്ങനെ പറയാത്ത എത്ര പ്രവർത്തനങ്ങൾ ഉണ്ട് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ. രോഗസന്ദർശനത്തിൽ ഈ വാക്ക് പറയണില്ലേ? സ്വതക്കയിൽ ഈ വാക്ക് പറയണില്ലേ? പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ ഈ വാക്ക് പറയണില്ലേ? എന്തിനേറെ മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ വരെ പറയും, ഞങ്ങൾ കുറച്ചു കാലം ഒന്നിച്ചേ അയലോക്കക്കാരായി നിന്നോലാണ്. മരിച്ചിട്ട് പോയി നോക്കിയിട്ടില്ലെങ്കിൽ നാട്ടാരെന്താ നമ്മളെപ്പറ്റി പറയാ? നാട്ടുകാരെന്താണ് നമ്മളെക്കുറിച്ച് പറയാ? ഒരു രോഗിനെ സന്ദർശിച്ച് മയ്യത്ത് നിസ്കരിച്ചാൽ ഖീറത്താനി എന്ന റസൂൽ പറഞ്ഞത് 2 ഉഹുദ് മലയോളം വരുന്ന പ്രതിഫലം കിട്ടുന്ന കാര്യം നമ്മുടെ നീയത്തിന്റെ വ്യത്യാസത്തിൽ എത്രയാണ് നഷ്ടപ്പെടുന്നത്? രോഗിനെ സന്ദർശിക്കുന്ന ഒരാൾക്ക് വേണ്ടി 70,000 മലക്കൾ തിരിച്ചു വരുന്നത് വരെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ കൂലി എത്രയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. കാരണം നമ്മൾ ഈ മനസ്സിലാക്കിയ എന്താ പറയുക, ഞാനടക്കം മനസ്സിലാക്കി, പടച്ചോന് വേണ്ടി ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാർക്കും വേണ്ടി ചെയ്യണതിന് പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം നശിച്ചു പോകാൻ. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ പറയാം. ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ എന്നാണോ പോയത്, അന്ന് മുതലാണ് നമുക്ക് കടം വരാൻ തുടങ്ങിയത്, അന്ന് മുതലാണ് നമുക്ക് ടെൻഷൻ വരാൻ തുടങ്ങിയത്, അന്ന് മുതലാണ് നമ്മുടെ കുടുംബജീവിതം താളം തെറ്റാൻ തുടങ്ങിയത്, അന്ന് മുതലാണ് നമ്മൾ തെറ്റാൻ തുടങ്ങിയത്, അന്ന് മുതലാണ് നമ്മൾ പകപോക്കാൻ തുടങ്ങിയത്. എവിടെന്നറിയോ? നമുക്ക് മനസ്സിലായിട്ടില്ല. പടച്ചോന് മാത്രം എന്ന് ഞാൻ ചിന്തിച്ചേടത്ത് നിന്ന് ആൾക്കാരെ കൂടി തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ ദുനിയാവും പരലോകവും പോകാൻ തുടങ്ങി. നമുക്കിത് മനസ്സിലായിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനം എന്താ അറിയോ? ഇങ്ങനെ വിചാരിക്കാത്ത എത്ര അമലുകൾ ഉണ്ടാകും, എത്ര അമലുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോണോരാണ് പറഞ്ഞത്, നിങ്ങൾ പോകുന്ന ഹിജറയിൽ മദീനയിൽ നിന്ന് മറ്റൊരു വിവാഹം കഴിക്കാം എന്ന നിയ്യത്തും കൂടി ഉണ്ടെങ്കിൽ ഹിജറന്റെ കൂലി ഉണ്ടാവില്ലട്ടോ. എത്ര ആശുപത്രി സന്ദർശനത്തിന്റെ കൂലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്ര മയ്യത്ത് നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര സ്വതക്കയുടെ കൂലികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു, നബിനോട് ചോദിക്കുക, ഇതേ ചോദ്യം, നബിയെ, ഞാൻ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അമലുകൾ ചെയ്യാൻ, നിസ്കാരം, നോമ്പ്, ഇബാദത്തൊക്കെ, അതോടൊപ്പം ആൾക്കാർ നല്ലത് വിചാരിച്ചോട്ടെ എന്നതുകൂടി എൻ്റെ മനസ്സിലുണ്ട്. എന്താണ് അതിൻ്റെ വിധി? വിധിയാണ് നമുക്കറിയണ്ടേ. എന്താ വിധി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്താ ഓതിയത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ്, പടച്ചവനിലേക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ,
അവൻ പടച്ചോന് മാത്രം സ്വീകരിച്ചാൽ മതി, അള്ളാന്റെ നിന്നുള്ള കൂലിയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന നിയ്യത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. വലാ യുശ്രികു ബിഇബാദത്തിഹി ഇബാദത്തി റബ്ബിഹി അഹദാ, പടച്ചോന് ചെയ്യുന്ന ഇബാദത്തിൽ മറ്റൊരാളെയും അതിൽ പ്രതിഫലമായിട്ട് ആഗ്രഹിക്കരുത്. അവിടേക്ക് നമ്മുടെ മനസ്സെത്തുന്നുണ്ടോ എന്ന് ആലോചിക്കുക. എല്ലാത്തിലും പരലോകത്ത് ആദ്യമായിട്ട് നരകത്ത് പോണ മൂന്നാൾക്കാരാരാ? പരലോകത്ത് ആദ്യമായി ശിർക്ക് കഴിഞ്ഞാൽ പരലോകത്ത് ആദ്യമായി നരകത്ത് പോണ മൂന്നാൾക്കാരാണ്. ഒന്നാരാ രസങ്ങളെ? പണ്ഡിതൻ, ആലിം. രണ്ടാരാന്നറിയോ? ധർമ്മിഷ്ഠൻ, പൈസ കണ്ടമാനം ചെലവഴിച്ചവൻ. നരകത്ത് പോണോലാണ്, സ്വർഗത്ത് പോണോലല്ല. മൂന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദു ചെയ്ത് മരിച്ചവൻ. നരകത്തിലേക്ക് ശിർക്ക് കഴിഞ്ഞാൽ ആദ്യമായി പോകുന്ന മൂന്നാൾക്കാരാണ്: പണ്ഡിതൻ, ധർമ്മിഷ്ഠൻ, മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാവായി ഈ ദുനിയാവിൽ നിന്ന് ആളുകൾ ഷഹീദാണെന്ന് പറഞ്ഞു മരിച്ചുപോയ ആളുകൾ. മൂന്ന് പേരെയും പരലോകത്ത് കൊണ്ടുവരികയാണ്. ഹദീത്ത് സുദീർഘമാണ്. പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഫമാ അമിലത് ഫീഹാ, ഒരുപാട് അറിവ് തന്നില്ലേ, എന്നിട്ട് നീ എന്താ ചെയ്തത്? അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞ വാക്കെന്തറിയ? അള്ളാഹുവേ, അവിടെ പള്ളി കണ്ടില്ലേ, ഇവിടുത്തെ മഹല്ല് കണ്ടില്ലേ, ഞാൻ എഴുതിയ പുസ്തകം കണ്ടില്ലേ, ഞാൻ പ്രസംഗിച്ച പ്രസംഗം കണ്ടില്ലേ, എത്ര ആളുകളാണ് എൻ്റെ പ്രസംഗം വഴി ദീനിലേക്ക് വന്നത്, എത്ര ആളുകളാണ് തൗഹീദ് സ്വീകരിച്ചത്, എത്ര ആളുകളാണ് ശിർക്കും ബിദ്അത്ത് ഒഴിവാക്കിയത്. അള്ളാഹിന്റെ ചോദ്യം ശരിയാണ്. അതുകൊണ്ട് പടച്ചോനെ, ഞാനതൊക്കെ നിനക്ക് വേണ്ടിയാണ് ചെയ്തത്, നീ എനിക്ക് സ്വർഗം നൽകണമേ. അള്ളാഹുവിന്റെ വാക്കെന്തറിയോ? കദബ്ത, നീ കളവാണ് പറഞ്ഞത്. ആരോട്? ഇസ്ലാമിക ഗ്രന്ഥം എഴുതിയ പണ്ഡിതനോട്, പ്രസംഗിച്ച പണ്ഡിതനോട്, ഖുത്ബ പറയുന്ന മൗലവിനോട്, ക്ലാസ് എടുത്ത ഉസ്താദുമാർ. അല്ല പറയണ കദബ്ത, കളവാ പറഞ്ഞ്. പ്രസംഗിച്ചിട്ടുണ്ട്, ആൾക്കാർ ദീനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നറിയോ? എൻ്റെ പ്രസംഗം വഴി ആളുകൾ ദീനിലേക്ക് വരണം എന്നതോടൊപ്പം തന്നെ എനിക്ക് ആളുകൾക്കിടയിൽ അത്യാവശ്യം സ്വീകാര്യത കിട്ടണം. നോട്ടീസ് അടിക്കുമ്പോൾ എൻ്റെ പേര് മുകളിൽ വരണം. അതെങ്ങാനും താഴെ വന്നാൽ ഞാൻ ഫോം വിളിച്ച് പറയും, ഞാൻ അവനെക്കാളും മുകളിലാട്ടോ, മുമ്പ് ഞാൻ ആദ്യം തുടങ്ങിയ ആളാട്ടോ, അവനെക്കാളും പ്രായം കുറഞ്ഞ ആളാട്ടോ, ഒന്നുകിൽ എൻ്റെ പേര് വലുതാക്കണം, അല്ലെങ്കിൽ എൻ്റെ പേര് മുകളിൽ കൊടുക്കണം. അഥവാ പരലോകത്തിൻ്റെ സ്വർഗം മാത്രമല്ല എൻ്റെ പ്രതീക്ഷ, ദുനിയാവിൽ സംഭവമാകണം എന്നുകൂടി ഉണ്ടായിരുന്നു. എന്നിട്ടല്ല നരകത്ത് കിടുന്നത്. ധർമ്മിഷ്ഠനോട് അല്ല ചോദിക്കുന്നുണ്ട്, പൈസ തന്നില്ലേ, എന്താ ചെയ്തത്? അയാൾ അള്ളാഹുവിനോട് പറയുന്ന വാക്കെന്താണ്? പടച്ചോനെ, നിന്റെ മാർഗത്തിൽ ഞാനിതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഞാൻ ചെയ്തു. പാവപ്പെട്ടവന്റെ വീട്, കിണറ്, പള്ളികൾ, യത്തീംഖാനകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ ഒക്കെ ഞാൻ കഷ്ടപ്പെടുന്നവർക്ക് എല്ലാ മാസവും ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന്, എൻ്റെ ട്രസ്റ്റിൽ നിന്ന് ഞാൻ പാവപ്പെട്ടവർക്കും വിധവകൾക്കും യത്തീമുകൾക്കും ഞാൻ നികുതി പണം പോലെ കൊടുത്തിരുന്നു, പെൻഷൻ പോലെ ഞാൻ കൊടുത്തിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അല്ല പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് സ്വർഗം നൽകണം, കാരണം ഞാൻ നീ പറഞ്ഞ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്തതാണ്. അതിനാണ് അള്ളാന്റെ വാക്ക്, അല്ല കദബ്ത, കളവാണ്. ഇജ്ജ് കൊടുത്തുകണ്, 100 കണക്കിന് വീടുകൾ നീ കൊടുത്തുകണ്, കിണർ കയറ്റിക്കണ്, പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തുകണ്. പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് ഉണ്ടേനി. എന്താ അറിയോ? ആൾക്കാരിങ്ങനെ പറയണം. മൗലവിക്ക് ഖുത്ബ മാത്രമൊന്നല്ല, ഭയങ്കര കൊടുതിക്കാരനാട്ടോ മൂപ്പരെ. അത്യാവശ്യം നന്നായി കൊടുക്കുന്ന ആളാണ്. അവളെ ഒളപ്പാന്റെ മാരുന്നല്ല, അത്യാവശ്യം നന്നായി കൊടുക്കുന്ന ആളാണ്. അതിൻ്റെ അടയാളാണ് എന്ന് നാട്ടുകാർ പറയണം എന്നുകൂടി നിന്റെ മനസ്സിലുണ്ടായി. ഇതന്നെയാണ് അള്ളാന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ഷഹീദായി എന്ന് പറഞ്ഞ ആളോട് റസൂൽ അള്ളാഹ് പറയുന്ന വാക്ക് നിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്താ അറിയോ? നീ ശുജാഅൻ, ഭയങ്കര സംഭവമാണ് ആൾക്കാർ പറയണം. ശരിക്കും നമ്മൾ അറിയാം, ത്യാഗം ചെയ്ത് മരണപ്പെട്ടു പോയ ആളോടാ അള്ളാഹ് പറയുന്നത് നരകത്ത് പോകാൻ. സ്വതക്ക കൊടുത്ത് ആയിരക്കണക്കിന് അടയാളങ്ങൾ ബാക്കി വെച്ച ആളോട് അള്ളാഹ് പറഞ്ഞു നരകത്ത് പോകാൻ. അള്ളാന്റെ മാർഗത്തിൽ ഗ്രന്ഥമെഴുതി നിസ്കരിച്ച് നോമ്പോറ്റ് ആളുകൾ അയാളുടെ പ്രസംഗം കേട്ട് ദഅവത്ത് കേട്ട് ദീനിലേക്ക് വന്ന ആളുകൾ ഇവിടെ സ്വർഗത്ത് പോകുമ്പം ദഅവത്ത് നിർവഹിച്ച മൗലവിയോടാണ് അള്ളാഹ് പറഞ്ഞത് നരകത്ത് പോകാൻ. എന്തേ കാരണം? നീയത്ത് വ്യത്യാസപ്പെട്ടു, ഭൗതികത കൂടി ആഗ്രഹിച്ചു. നമ്മൾ ശരിക്കും ആലോചിക്കുക,
ഞാൻ സഹോദരിമാരോട് പറയാം, സഹോദരിമാരെ, പുരുഷന്മാരെക്കാൾ കൂടുതൽ പല കാര്യത്തിലും സൽക്കർമ്മങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. സൽക്കാരങ്ങൾ, കല്യാണങ്ങൾ, വീട്ടിൽ ആളുകൾ വന്നത് അതിഥി ആദരിക്കൽ. ഒരു വീട്ടിൽ ആരുമില്ല സഹായിക്കാൻ, പ്രസവം നടക്കുകയാണ്, നിങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച മുന്നേ പോയി നിൽക്കും. ഒരു വീട്ടിൽ കല്യാണമാണ്, തലേന്ന് പോയിട്ട് നിങ്ങൾ സഹായിക്കാൻ പോകും. ആശുപത്രിയിൽ നിൽക്കാനില്ലാത്ത ആളുകൾക്ക് 10 ദിവസം പോകും. പക്ഷെ ആ പോകണീനൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്താ നെയ്യത്തുണ്ടാണ്ട്? പടച്ചോനെ, രോഗിയെ സന്ദർശിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഒന്നുമില്ലാത്തവന് ഞാൻ താങ്ങായിട്ട് നിൽക്കാനാണ്. അതിന് പകരമുണ്ടല്ലോ, അളിയനെ സൽക്കരിച്ചിട്ടില്ലെങ്കിലേ പിന്നെ അളിയൻ്റെ പെരീക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ട് കാര്യമായിട്ട് സൽക്കരിക്കണം. ഏതായാലും സൽക്കാരം നടത്തുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിനെന്തിനാ കൂട്ടരെ ദുനിയാവ് കൊണ്ടുവരുന്നത്? എന്തിനാ ദുനിയാവ് കൊണ്ടുവരുന്നത്? ഗൾഫിൽ പോകുമ്പോഴേ ഭർത്താവിനോട് പറയാൻ, നോക്കിയാൽ മൂപ്പര് ഗൾഫിൽ പോകണം, പോയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരും, പിന്നെ ഒന്നും കിട്ടൂല, പിന്നെ അതൊരു കാര്യമാവും. അങ്ങനെ നമ്മൾ പോകണ്ടേ? അങ്ങനെയാ പോകേണ്ടത്? അങ്ങനെയാണോ ബന്ധുക്കളെ സന്ദർശിക്കേണ്ടത്? അങ്ങനെയാ സൽക്കാരം നടത്തേണ്ടത്? അങ്ങനെയാണ് ബിരിയാണി വെക്കേണ്ടത്? അങ്ങനെയാണ് അതിഥികൾ ആദരിക്കേണ്ടത്? അങ്ങനെയാണ് ആശുപത്രി പോയി നിൽക്കേണ്ടത്? അങ്ങനെയാണോ പ്രസവം നടന്നൊരു വീട്ടിൽ പോയിട്ട് ഒന്നും അറിയാത്ത ആ കുട്ടിയെ സഹായിക്കേണ്ടത്? അല്ല. അതൊക്കെ മനസ്സിലുണ്ടാകാം, ശൈത്താൻ കൊണ്ടുവരുന്നതാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണ്ടാണ്ട് അറിയോ? പടച്ചോനെ, ഞാൻ ഈ നിൽക്കുന്നതിനും, ഞാൻ ഈ ഭക്ഷണം വിളമ്പുന്നതിനും, ഞാൻ ഈ സന്ദർശിക്കുന്നതിനും പരലോകത്ത് കൂലുണ്ടാകണം. അതോൽക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അവിടേക്ക് ഹൃദയത്തെ കൊണ്ടുവരാൻ നല്ല പ്രയാസമാണ്. നല്ല പ്രയാസം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ പ്രയാസമൊന്നുമല്ല, നോമ്പോൽക്കണ പ്രയാസമല്ല, നല്ല പ്രയാസമാണ്. പടച്ചോനോട് പ്രാർത്ഥിച്ച് മിനുക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ നടക്കൂല. സ്വയം ബോധ്യപ്പെട്ട് ജീവിക്കണം. പടച്ചോനെ, ഞാൻ നിസ്കരിക്കണം എന്തിനാണ്? ലോകത്തെ ഏറ്റവും വലിയ ഇബാദത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നിസ്കാരല്ലേ? ആ നിസ്കരിക്കുന്നവർ അല്ല മുനാഫിക്കെന്ന് വിളിച്ചില്ലേ? നിസ്കരിക്കണോലെ മുനാഫിക്ക് വിളിച്ചില്ലേ? എന്തേ അല്ല അതിന് കാരണം പറഞ്ഞത്? വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, മടിയന്മാരായിട്ട് ഇങ്ങനെ നിസ്കരിക്കും. എന്തേ കാരണം? അള്ളാന്റെ മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തേ മടി ഉണ്ടാകാൻ കാരണം? ഒരു പള്ളിക്ക് എന്നിട്ട് മടിയന്മാരായി നിൽക്കാൻ എന്തേ കാരണം? യുറാഊനന്നാസ, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഓല് നിസ്കരിക്കണത്. അപ്പോൾ മടി ഉണ്ടാവും, ഭക്തി ഉണ്ടാവൂല. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, പടച്ചോനെ പറ്റി കുറച്ചേ ആലോചിക്കണുള്ളൂ. എന്തേ കാര്യം? ആൾക്കാർ പറയണം, പള്ളിൻ്റെ അടുത്തായിട്ട് പിന്നെ മൂപ്പര് വന്നിട്ടില്ല, അതൊരു മോശത്തരല്ലേ? 10-55 വയസ്സായിട്ട് ഞാൻ വന്നില്ല, അതൊരു മോശത്തരല്ലേ? മകളെ കല്യാണം നടക്കണം, ആ സമയത്ത് ഞാൻ വരണ്ടേ? മോശമല്ലേ? ഞാൻ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം മത്സരിക്കുന്നുണ്ട്, അപ്പോഴെങ്കിലും ഞാൻ ആ 2-3 പള്ളിക്കെങ്കിലും പോയോക്കണ്ട, അല്ലെങ്കിൽ മോശമല്ലേ? ആൾക്കാരെന്താ വിചാരിക്കുക? നമ്മളെങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഓലെന്താ നമ്മളെ പറ്റി പറയാ? ആ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ. ആലോചിക്കണം. ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഉമ്മമാരും നമ്മളൊക്കെ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഈ ഹദീസ് ഓർമ്മ വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യുജാഉ യൗമുൽ ഖിയാമ, പരലോകത്ത് അല്ലാഹ് നമ്മളെ കൊണ്ടുവരും. നമ്മളെങ്ങനെ ഓരോരുത്തരും, ഞാനടക്കം ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ അല്ലാഹ് അങ്ങനെ കൊണ്ടുവരും. ബിസ്വഹ്ഫിൻ മുഖ്തമത്തിൻ, സീല് വെച്ച നമ്മുടെ ഗ്രന്ഥങ്ങളുമായി, അമലുകളുമായിട്ട് അല്ലാഹ് നമ്മളെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു അത് തുറക്കാൻ വേണ്ടി മലക്കളോട് പറയും എന്ന് അള്ളാഹുവിൻ്റെ വാക്കാട്ടോ. അൽഖു ഹാദാ വ അഖ്ബലു ഹാദാ, നമ്മൾ ചെയ്ത അമലുകളിൽ അള്ളാഹു ഇന്നാലിന്ന പ്രവർത്തനങ്ങൾക്ക് ഒഴിവാക്കൂ, ഇന്നത് മാത്രം സ്വീകരിക്കൂ എന്ന് മലക്കളോട് പറയും. മലക്കൾ അള്ളാഹുവിനോട് പറയാൻ, ഫയഖൂലുൽ മലായിക വഇസ്സതുക്, പടച്ചോനെ, മാ റഅയ്നാ ഇല്ലാ ഖൈറൻ, അയാൾ നല്ല ഒരു പ്രവർത്തനങ്ങളല്ലാത്ത ഒരു ചീത്ത പ്രവർത്തനം അയാളുടെ അമലില്ലല്ലോ, പിന്നെ എന്തിനാ പടച്ചോനെ കുറെ ഒഴിവാക്കിയേ? അയാളുടെ ഉള്ള നിസ്കാരം നോമ്പാണല്ലോ, പാവപ്പെട്ടവരെ സഹായിച്ചതാണല്ലോ, ദിക്ർ ചൊല്ലിയതാണല്ലോ, ഖുർആൻ ഓതിയതാണല്ലോ, ഒക്കെ നന്മയാണല്ലോ, പിന്നെ എന്തിനാ പടച്ചോനെ കുറെ ഒഴിവാക്കിയത്? അതിന് അള്ളാഹുവിന്റെ വാക്കെന്താ? ഫയഖൂൽ ഹുവ അലം, അവനറിയാം. അല്ലാഹു പറയാൻ, ഓനറിയാം ഞാൻ എന്തിനാ ഒഴിവാക്കിയത്. എന്തേ? ഇന്ന ഹാദാ കാന ലിഗൈരി വലാ അഖ്ബലു അൽ യൗം മിനൽ അമൽ, ഇത് പരലോകാണ്. ഓനറിയത് പരലോകാണ്. ഞാൻ ആ ഒഴിവാക്കിയതൊക്കെ അവൻ എനിക്ക് വേണ്ടിയല്ലാതെ ചെയ്തതാണ്. ഇത് പരലോകമായതുകൊണ്ട് വലാ അഖ്ബലുൽ യൗമ മിനൽ അമലി ഇല്ലാ മാ കാന ബതഗി ബിഹി വജ്ഹി, എൻ്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തത് മാത്രമേ അമലു സ്വാലിഹാത്തായി സ്വർഗത്തിന് അവകാശിയായി അല്ല പരിഗണിക്കുന്ന അമലാക്കുള്ളൂ. ബാക്കി മുഴുവൻ അല്ല തട്ടും. ശ്രദ്ധിക്ക സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് ചെയ്യണവരാണ്. ആ ചെയ്യുന്നത് പടച്ചോൻ്റെയൊക്കെ കൂലി മാത്രമാക്കിയാൽ
മഹാഭൂരിപക്ഷം ടെൻഷൻ ഒഴിവാകും. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത ആഴ്ച നമുക്ക് പറയാം. പക്ഷെ ഇത് നമ്മൾ ഉറപ്പിക്കണം, ഇത് ഉറപ്പിക്കണം. ഞാൻ കൊടുക്കുന്നത് അങ്ങാടിയിൽ ഇന്നെപ്പറ്റി ആൾക്കാരൊക്കെ നല്ലത് പറയണം എന്ന ചിന്തയോട് കൂടിയിട്ടാണോ? അല്ല, പടച്ചോൻ അതിൻ്റെ പേരിൽ അള്ളാഹു ഉയർത്തട്ടെ, അത് മറ്റൊരു ഭാഗം. പക്ഷെ പടച്ചോൻ്റെ പക്കൽ നിനക്ക് കൂലിട്ടണം. ഞാൻ നിസ്കരിക്കണം, അള്ളാഹിൻ്റെയൊക്കെ കൂലിട്ടണം. ഞാൻ നോമ്പോൽക്കണം, അള്ളാഹിൻ്റെയൊക്കെ കൂലിട്ടണം. ഞാൻ അതിഥി ആദരിക്കുന്നതും ഭക്ഷണം വെക്കണം, അള്ളാഹിൻ്റെയൊക്കെ കൂലിട്ടണം. മരിച്ചോരെ സന്ദർശിക്കണം, അള്ളാഹിൻ്റെയൊക്കെ കൂലിട്ടണം. രോഗിയാകുന്നവരെ സന്ദർശിക്കണം, അള്ളാഹിൻ്റെയൊക്കെ കൂലിട്ടണം. ബാപ്പാൻ്റെ ചങ്ങാതിമാരെ സന്ദർശിക്കണം, അള്ളാഹിൻ്റെയൊക്കെ കൂലി കിട്ടണം. എത്തി മക്കൾക്ക് വേണ്ടി ഒരു പിരിവ് നടക്കുമ്പം ഞാനതിൻ്റെ ഭാഗമാകണം, അള്ളാഹിൻ്റെയൊക്കെ കൂലിട്ടണം. എൻ്റെ മഹല്ലിൽ ഒരു ദഅവാ പ്രവർത്തനത്തിൽ ഞാൻ കൂടുന്നത് അള്ളാഹിൻ്റെയൊക്കെ കൂലിട്ടണം എന്ന നീയത്താകുമ്പോൾ അവിടെ പടച്ചോൻ നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിലോ എല്ലാ ശിർക്കിൽ നിന്നും ഞാൻ മോചിതനാണ്. അല്ലാഹ് പറയാൻ, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു, അശ്റക ഫീഹി മഇ ഗൈരി, ആ പ്രവർത്തനത്തിന് അയാൾ അള്ളാഹുവിൻ്റെ കൂലിക്ക് പുറമെ നാട്ടുകാരുടെ നല്ല വാക്കോ ചീത്ത വാക്കിൽ നിന്നുള്ള മോചനമോ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തറക്തഹു വശിർക്കഹു, അവനെ ഞാൻ പരലോകത്തുനിന്ന് ഒഴിവാക്കും, അവൻ്റെ അമലുകളെയും ഞാൻ തള്ളിക്കളയും. സഹോദരങ്ങളെ, നമ്മുടെ അമലുകളെ ശുദ്ധീകരിക്കുക, അമലു സ്വാലിഹാത്തുകളാക്കി മാറ്റുക, ഇഖ്ലാസോടുകൂടി നമ്മൾ ജീവിക്കുക, പടച്ചോൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുക, ബാക്കിയുള്ളതിനെയെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നിതാന്തമായി പരിശ്രമിക്കുക, മിനുക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ അമൽ ചെയ്യുമ്പോഴും പരമാവധി ആലോചിക്കുക, പടച്ചോന് വേണ്ടി എന്നല്ലേ, സ്വർഗത്തിന് വേണ്ടി എന്നല്ലേ, നരകമോചനത്തിന് വേണ്ടിയല്ലേ, നാട്ടാർക്ക് വേണ്ടിയല്ലല്ലോ എന്നുറപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ഖുത്ബ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഓരോ ഖുത്ബയും ആയത്തുകളും ഹദീത്തുകളുമൊക്കെ അതിനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് അനുകൂലമായി ശുപാർശ പറയും. കേട്ടിട്ട് തിരസ്കരിക്കുന്ന ആളുകൾക്ക് പ്രതികൂലമായിട്ടും പരലോകത്ത് ശുപാർശ പറയും. പ്രവാചകൻ്റെ വാക്ക് പറയാട്ടോ, അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക വഅലൈക്. ഖുർആൻ നമുക്കനുകൂലമായി ശുപാർശ പറയുമ്പോൾ അള്ളാഹുവേ, ഖുർആൻ കേട്ടതിന് ശേഷം, ദീന് കേട്ടതിന് ശേഷം അയാൾ അതുവരെ ഉണ്ടായതിൽ നിന്ന് മാറ്റമുണ്ടാക്കി, നാഥ നീ അയാൾക്ക് സ്വർഗം നൽകണമേ എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും. വഅലൈക്, ഖുർആൻ നമുക്ക് എതിരെയായും ശുപാർശ പറയും. അതെന്താ എതിരായി ശുപാർശ അറിയാൻ? അള്ളാഹുവെ, ക്ലാസ് കേൾക്കാനുണ്ടായിരുന്നു, ഖുത്ബ കേൾക്കാനുണ്ടായിരുന്നു, ആയത്തും ഹദീസും കേട്ടിരുന്നു, പക്ഷെ അയാൾ അതിനെ വിലയിരുത്തുക എന്നല്ലാതെ അയാളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും അയാൾ ഉണ്ടാക്കിയില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണത്, അതിലേറ്റവും കൂടുതൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഖുത്ബ പറയുന്ന പണ്ഡിതന്മാരാണ്, ഒരു സംശയമല്ല. പക്ഷെ നമ്മൾ കേൾക്കണം. ഇപ്പോൾ നമ്മൾ സുബൈനെക്കുറിച്ച് പറഞ്ഞാൽ, മൗലവി ഖുത്ബ അടിപൊളിയായിരുന്നു, ഖുത്ബ സംഭവമായിരുന്നു എന്ന് പറയുക എന്ന് വലിയൊരു സംഗതി ഒന്നല്ല. ആളുകൾ ഒരുപാട് കേട്ടു എന്നത് വലിയൊരു കാര്യമല്ല, അതിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, സുബഹിയെക്കുറിച്ചൊരു ഖുത്ബ കേട്ടിട്ട് ഞാൻ അതിനനുസരിച്ച് ചെയ്തോ, അല്ലെങ്കിൽ ആ ഖുത്ബ എനിക്കെതിരായി പരലോകത്ത് വരുമോ, ഇത് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടി, ഇത് മാത്രം നമ്മൾ ആലോചിക്കേണ്ടി. എൻ്റെ വീട് അള്ളാഹിൻ്റെ റസൂൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വീട്, അത്രയും വെറുക്കപ്പെട്ട വീടാണെന്ന് ഖുത്ബയിൽ കേട്ടിട്ട് ഞാൻ പിറ്റേ ദിവസമെങ്കിൽ അലാറം വെച്ച് പോന്നോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ ആലോചന ഉണ്ടാവും, എന്താ അറിയോ, പള്ളിക്കത്തെ ആൾക്കാരെന്ത് പറഞ്ഞാലും നാട്ടുകാരെന്ത് പറഞ്ഞാലും ഒരു ഖുത്ബ കൊണ്ടൊക്കെ ഈ മാറിയോ എന്ന് പറഞ്ഞാലും എനിക്കതിനേക്കാളും പ്രധാനം സ്വർഗ്ഗമാണ്. നാളല്ല മറ്റന്നാൾ മരിക്കുമ്പം ഞാനെങ്ങാനും 6:15 മരിക്കുകയാണെങ്കിൽ, ഞാൻ സുബൈക്കെന്നും 6:30 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ 6:15 ഞാൻ മരിക്കുമ്പോൾ സുബൈ നിസ്കരിക്കാത്ത ഒരാളായി എന്നെ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോൾ ഈ ഖുത്ബ എനിക്ക് പരലോകത്ത് വരുമല്ലോ എന്നാലോചിക്കണ ഒരാൾ എഴുന്നേറ്റ് വരും. അതിന് വേറൊരാളെയും വേണ്ട. ഓരോ ഖുത്ബയും ഓരോ പണ്ഡിതന്മാരും പ്രാർത്ഥിച്ച അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഈ ഖുത്ബ കൊണ്ട് പ്രസംഗിക്കുന്ന എനിക്കും ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ തവണയും മിമ്പർമ കയറുക. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പള്ളിയും ഖുത്ബയും ആയത്തും ഹദീസും നമുക്ക് അനുകൂലമായി ശുപാർശ പറയണം. ഉമ്മമാരും സഹോദരിമാരും കേൾക്കുക. ഖുത്ബയിൽ പറയുന്ന ഓരോ കാര്യം അള്ളാഹു പരലോകത്ത് ചോദിക്കും, കേട്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ?
സഹോദരങ്ങൾ, നമ്മുടെ വീടുകൾ സുബൈക്ക് എഴുന്നേറ്റ് തുടങ്ങണം. ഇല്ല എന്നല്ല, ഒരുപാട് ആളുകൾ തുടങ്ങി, അൽഹംദുലില്ലാ. നമ്മുടെ വീടുകൾ നാളെ മുതലെങ്കിലും തുടങ്ങണം. ഇല്ല എങ്കിൽ ഇത് മുഴുവൻ നമുക്കെതിരാവും. കേട്ടു എന്നതുപോലും നമുക്കെതിരാവും. പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി അവസാനിപ്പിക്കാൻ, പരലോകത്തെ നമ്മൾ അള്ളാഹു നരകത്തിലേക്കിട്ടതിൻ്റെ വേദന നമ്മൾ നേർക്കുനേരെ അനുഭവിക്കുമ്പം നമ്മൾ അള്ളാഹിനോട് ചോദിക്കണ ചോദ്യം, റബ്ബിർജിഊൻ, അള്ളാഹുവേ ഒരു തവണ കൂടി എന്നെ നീ മടക്കി അയക്കണമേ ദുനിയാവിലേക്ക്. അടുത്ത വാചകമാണ് സഹോദരങ്ങളെ, മനസ്സിന്ന് പോകാതിരിക്കണം. എന്നെ ദുനിയാവിലേക്ക് ഞാൻ മടക്കി അയച്ചാൽ ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, ലഅല്ലി അഅ്മലു സ്വാലിഹൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഫീമാ തറക്തു, അറിഞ്ഞിട്ടും ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു. അത് എനിക്കറിയാമായിരുന്നു. മുനാഫിക്കുകൾക്ക് ഏറ്റവും വെറുപ്പുള്ള നിസ്കാരാണ് സുബഹി എന്ന് മിമ്പറിൽ ഞാൻ കേട്ടിരുന്നു. ശൈത്വാൻ അവന്റെ ശരീരത്തിൽ മൂത്രമൊഴിക്കും എന്ന് അദ്ദേഹം ഗൗരവത്തിലായത്തു ഹദീസോതി പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. പടച്ചോനെ, ഇനി ഒരു കൊല്ലം തന്നാലും, ഒരു മാസം തന്നാലും, ഒരാഴ്ച തന്നാലും, ഒരൊറ്റ ദിവസം തന്നാലും പടച്ചോനെ ഞാൻ അറിഞ്ഞിട്ടൊഴിവാക്കി ആ പ്രവർത്തനങ്ങൾ ചെയ്തോളാം എന്ന് നമ്മൾ പരലോകത്തും നരകത്തുനിന്ന് പറയുന്നതാണ്. നരകത്തിലേക്ക് പോകാതിരിക്കണം. കേട്ടതനുസരിച്ച് നമ്മുടെ വീട്ടിൽ മാറ്റമുണ്ടാകണം. ഉമ്മമാർ അതിന് മുന്നിൽ നിൽക്കണം, ഭാര്യമാർ അതിന് മുന്നിൽ നിൽക്കണം. നമ്മുടെ വീടുകൾ പ്രവാചകന് ഇഷ്ടപ്പെട്ട വീടാകണം. ഈ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങളെ പരമാവധി, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കെന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് പറയാൻ, ഞാൻ എൻ്റെ ഈമാനിനെ, ഞാൻ എൻ്റെ ഇഖ്ലാസിനെ, നിയ്യത്തിനെ പടച്ചോനിലേക്ക് മാത്രം ഒതുക്കി നിർത്താൻ വർഷങ്ങളോളം ശ്രമിച്ചിട്ടാണ് കഴിഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് വരാൻ നമ്മളൊക്കെ ചെയ്യണം. പള്ളിക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പടച്ചോനെ ജുമാൻ്റെ കൂലി കിട്ടാനാണ്, അതിങ്ങനെ പറയണമെന്നല്ല, നമ്മുടെ മനസ്സിലുണ്ടാകണം. ആരെ വാപ്പാനെ ഞാൻ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഞാൻ മൂത്ത മകനല്ലേ, ഞാൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ പിന്നെ അതൊരു വർത്താനാവും. അതിനല്ല കൊണ്ടുപോകണ്ടേ. അല്ല, ഞാൻ ആസ്ത്രക്ക് കൊണ്ടുപോകണത്, ഞാൻ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്, ഞാൻ എൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് എത്ര പൈസ ചെലവാക്കണതും ബാപ്പാൻ്റെ സ്വത്ത് ഒരുക്കുമ്പോൾ എനിക്ക് കൂടുതൽ കിട്ടണം. അല്ല, പടച്ചോനെ ബാപ്പാനിമ്മാനി നോക്കിയാൽ എനിക്ക് സ്വർഗം കിട്ടും. എൻ്റെ മക്കൾക്ക് ചെലവിനെടുത്താൽ എനിക്ക് സ്വർഗം കിട്ടും. എൻ്റെ ഭർത്താവിനെ ഞാൻ അനുസരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും. ഗർഭിണിയായി എൻ്റെ വീട്ടിലെ മറ്റ് എൻ്റെ താഴെയുള്ള സഹോദരിമാർക്ക് ഞാൻ സഹായിച്ചാൽ എനിക്ക് അള്ളാഹു സ്വർഗം തരും. അവിടേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും. അമലു സ്വാലിഹാത്തായി അള്ളാഹു പരിഗണിക്കും. നമ്മൾ അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അർഹമുറാഹിമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഭക്തിയോടുകൂടി ജീവിക്കുവാനും കഴിയുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അമലു സ്വാലിഹാത്തുകളായി പരിഗണിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നീയത്തുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഒരുപാട് വന്നിട്ടുണ്ട് നാഥ, അതെല്ലാം നീ വിട്ടു പുറത്ത് മാപ്പാക്കി സ്വീകരിക്കപ്പെടുന്ന സൽപ്രവർത്തനങ്ങളാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ പഠിപ്പിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുകയും ഞങ്ങൾ രോഗമായ ആളുകൾക്ക് നീ രോഗശമനം നൽകുകയും മരണപ്പെട്ടു പോയ ആളുകൾക്ക് സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുടെ നാഥ, കഷ്ടപ്പെടുന്ന ആളുകളുടെ നാഥ, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ പൂർത്തിയാക്കാനും അവരുടെ ജീവിതത്തിൽ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.